സാർ, ഇന്ന് ഡൽഹിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിക്കൊണ്ട് ജന്തർ മന്ദിറിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അതല്ലെങ്കിൽ ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും അപഹസിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തിക്കൊണ്ട് പാറ്റ പാർട്ടി അഥവാ കൂറ പാർട്ടിയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഓരോ സമരത്തിന് മുൻപിലും അവർ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞത് എന്താണോ അതിൽ നിന്ന് മാറിക്കൊണ്ട് പിന്നീട് വരുന്നു. ഇന്നിപ്പോൾ നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു, അതിനു മുൻപ് മറ്റൊന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ സാധാരണക്കാരുള്ള ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്ത് ചെയ്തു സർ സർക്കാർ ഇന്ന് വരെ ഈ സമരത്തിനെതിരെ അതല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾക്കെതിരെ? കാരണം സാധാരണക്കാരായുള്ള ജനങ്ങളുടെ മുൻപിൽ ഇത്തരത്തിൽ സമരത്തിൽ നടക്കുന്ന പോലീസിന്റെ നടപടിയായാലും മറ്റ് സമരക്കാരുടെ നടപടികളായാലും ഇത് മാത്രമാണ് കാണുന്നത്. ചോരയൊലിപ്പിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ചുവന്ന കളറടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന്റെ ആ ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. എന്താണ് സാർ സർക്കാർ ഇന്ന് വരെ എന്ത് ചെയ്തു സാർ ഈ സമരവുമായി ബന്ധപ്പെട്ട്? ഞാൻ ആ വിഷയം വളരെ വ്യക്തമായി സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ചോദ്യപേപ്പർ ചോർന്നു, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് വാർത്ത വരുമ്പോൾ എവിടെ നിന്ന് ചോർന്നു, ആര് ചോർത്തി, ഈ കാര്യം ആരും മിണ്ടുന്നില്ല. ഈ ചോദ്യപേപ്പർ ഇന്ത്യ മുഴുവൻ ഉള്ള നീറ്റ് പരീക്ഷ എഴുതുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തുന്ന ചോദ്യപേപ്പറാണ്. പക്ഷെ ഈ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. ആ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന JMM എന്ന് പറയുന്ന പാർട്ടിയാണ്. ഷിബു സോറൻ എന്ന് പറയുന്ന ആളാണ് മുഖ്യമന്ത്രി. അവിടെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ഇർഫാൻ അൻസാരി എന്നാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതായത് ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒയാസിസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഇത് ചോർത്തിയത്. CBI അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ആരും പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള കളി നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവിന്റെ ആവശ്യമില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് സമരക്കാർ പറയുന്നു. സമരം ചെയ്യുന്ന ആൾക്കാരോട് കേന്ദ്രമന്ത്രിമാർ നേരിട്ട് സ്ഥലത്ത് ചെന്ന് സംസാരിച്ചു. ജഗത് പ്രകാശ് നദ്ദാജി എന്ന് പറയുന്ന മോശം മന്ത്രിയൊന്നുമല്ല. അദ്ദേഹം പാർട്ടിയുടെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് പോയി ഇവരോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് പാർലമെന്റിൽ ഉള്ളിൽ ചർച്ച ചെയ്യാനല്ല താല്പര്യം, രാജിവെച്ചാൽ മതി. പാർലമെന്റിനുള്ളിൽ ചർച്ച ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രതി കോൺഗ്രസ് ആണ് എന്ന് വരും. രാജ്യത്തെ നാണം കെടുത്താൻ, ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ വലിയ യുദ്ധത്തിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ ഹസ്തങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നമ്മുടെ രാഹുൽ ഗാന്ധി, അദ്ദേഹമാണല്ലോ യഥാർത്ഥ പ്രസിഡന്റ്, മറ്റേത് ബൊമ്മയാണല്ലോ. ഇയാൾ ഈ കളി ഇണക്കിയിട്ട് പട്ടായിക്ക് പോയത് അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഓർക്കണം, നീറ്റ് കത്തിപ്പടരുമ്പോൾ അയാൾ ഇവിടെ ഇല്ല. അയാൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ ആരും പറയുകയില്ല. രഹസ്യ സങ്കേതത്തിലാണ്, പട്ടായയിലെ ഏതോ രഹസ്യ സങ്കേതത്തിലാണ്. പിന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ പാർലമെന്റ് തുടങ്ങാൻ പോവാണ്, നിങ്ങൾ ഇല്ലെങ്കിൽ നാണക്കേടാകും എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. വന്നപ്പോ ഏതാണ്ടൊക്കെ ഒത്തിരി പേര് കൂടെ വന്നെന്നും അവരുടെ ഫോട്ടോ വന്നെന്നും ഒക്കെ കേൾക്കുന്നു. കൃത്യമായിട്ട് എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഏതായാലും ബൈജു ചോദിച്ച ചോദ്യം ഇന്ന് രാജ്യം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യം വളരെ വ്യക്തമായി പാർലമെന്റിനകത്ത് വിശദീകരിക്കാൻ നമ്മുടെ കേന്ദ്ര മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാണ്, പ്രധാനമന്ത്രി തയ്യാറാണ്. മാത്രമല്ല ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ചയ്ക്കെടുക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാണ് എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഇന്ത്യ മുന്നണി പറയുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം?
ഞാനതിന്റെ കൃത്യമായ നാൾ വഴി ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. നടന്ന സംഭവം എന്താണ് എന്നുള്ളതിന്റെ നാൾ വഴി ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ അതൊന്ന് എടുത്തോട്ടെ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സംഭവം നടന്നതിന് ശേഷം എത്ര വേഗത്തിലാണ് സർക്കാർ കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നീറ്റ് പരീക്ഷ നടക്കുന്നത് മെയ് മാസം 3-ാം തീയതിയാണ്. മെയ് മാസം 3-ാം തീയതി നടക്കുന്ന നീറ്റ് പരീക്ഷയിലാണ് ഈ കോൺഗ്രസിന്റെ മന്ത്രി ഭരിക്കുന്ന ഇർഫാൻ അൻസാരി ഭരിക്കുന്ന വകുപ്പിന്റെ കീഴിൽ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒയാസിസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിൻസിപ്പാൾ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചാർജ് ഉള്ള പരീക്ഷാ സൂപ്രണ്ട്, ഇവർ രണ്ടുപേരും ഇപ്പൊ അറസ്റ്റിലാണ്. ഇവർ രണ്ടുപേരും കൂടി ഇത് മോഷ്ടിക്കുന്നു. മോഷ്ടിച്ചിട്ട് ഫോട്ടോ കോപ്പി എടുക്കുന്നു. ഫോട്ടോ കോപ്പി എടുത്തിട്ട് ജാർഖണ്ഡിൽ വിതരണം ചെയ്യാതെ ബീഹാറിൽ വിതരണം ചെയ്യുന്നു. ബീഹാറിൽ വിതരണം ചെയ്താലുള്ള ഗുണം എന്താണ്? പഴി BJP-യുടെ തലയിൽ ഇരുന്നോളൂ, കാരണം അവിടെ ഭരിക്കുന്ന BJP. അങ്ങനെ 7-ാം തീയതി ഈ ക്രമക്കേട് പുറത്തു വരുന്നു. അതായത് കൃത്യം 4-ാം ദിവസം ഇതിന്റെ വസ്തുതകൾ എവിടുന്ന് എങ്ങനെ ചോർന്നു, എങ്ങനെ പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും 4-ാം ദിവസം പുറത്തു വരുന്നു. 8-ാം തീയതി എന്ന് പറഞ്ഞാൽ 7-ാം തീയതി വിഷയം പുറത്തു വരുന്നു. 8-ാം തീയതി സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനും കേസെടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ആ ക്രിമിനൽ നടപടി അന്വേഷണം ആരംഭിക്കുന്നു. മെയ് മാസം 12-ാം തീയതി, അതായത് 3-ാം തീയതി നടക്കുന്ന പരീക്ഷ 12-ാം തീയതി റദ്ദാക്കുന്നു. 15-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി. ഈ സംഭവത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീറ്റ് പരീക്ഷ എഴുതി ആരും ആശങ്കപ്പെടേണ്ട, നീറ്റ് പരീക്ഷ വീണ്ടും നടത്തും. എന്നിട്ട് ഭാവിയിലെ എല്ലാ പരീക്ഷകളും ഇതുവരെ നടന്ന രീതിയിലായിരിക്കില്ല, മൾട്ടി എൻക്രിപ്റ്റഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SSC പരീക്ഷയൊക്കെ നടത്തുന്നത് പോലെ നേരിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുക. പരീക്ഷാ പേപ്പറോ ക്വസ്റ്റ്യൻ പേപ്പറോ ഒന്നുമില്ല, കാരണം തിരിമറി നടത്താൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ട് ജൂൺ മാസം 21-ന് വീണ്ടും നീറ്റ് പരീക്ഷ നടത്തി. ജൂലൈ മാസം 16-ാം തീയതി അങ്ങനെ നടത്തി, അതായത് നീറ്റ് നടത്തിയിട്ട് അതിന്റെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് 13 പേരെ CBI അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളിലേക്ക് കടന്നു. ഈ നാൾ വഴി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ കാരണം, ഈ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ വേഗത്തിലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോ അദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, ഈ പറയുന്ന ഇർഫാൻ അൻസാരി രാജിവെക്കരുത്, അല്ലെങ്കിൽ വിഷയം അങ്ങോട്ട് പോകരുത്, വിഷയം കോൺഗ്രസിലേക്ക് വരരുത്, ഇന്ത്യ മുന്നണിയുടെ തലയിലാവരുത്. കാരണം അവരുടെ സംസ്ഥാനത്ത് അവരുടെ വകുപ്പിന്റെ കീഴിൽ കോൺഗ്രസ് മന്ത്രിയുടെ കീഴിലാണ് ഇത് ചോർന്നിരിക്കുന്നത് എന്ന് പുറത്തു വരാൻ പാടില്ല. അതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കള്ളക്കളി.